ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മുളക് പൊടിയും ഗരം മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഗരം മസാല ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ. പിന്നെ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിക്കും നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. ഇത് അരിപ്പൊടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാൻ കഴിയണം. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ വേണം തോന്നിയെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ കയ്യിൽ തടവിയെടുക്കണം. കുറച്ച് എണ്ണ കയ്യിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ എല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ വേവിച്ച കാരണം ജസ്റ്റ് ഇതിൻ്റെ ഒരു മുകളിലത്തെ ഭാഗം ഒന്ന് മൊരിഞ്ഞിട്ടാൽ മതി, അത്രേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും ഇത് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടാനായിട്ട്. നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വേവിച്ച ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് വറുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസും നമുക്കിതിനായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. നമ്മൾ അരിപ്പൊടി ചേർത്ത കാരണം ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിരിക്കും പുറത്ത്, അതേപോലെ അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്